ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പ്രൈം നമ്പറിൻ്റെ സി കോഡ് നമുക്ക് എങ്ങനെ എഴുതാം, അതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ അതിനു മുമ്പേ നമുക്ക് പ്രൈം നമ്പർ എന്താണെന്ന് അറിയണം. അപ്പോൾ പ്രൈം നമ്പർ എന്താണെന്ന് വെച്ചാൽ ഒരു നമ്പർ അതേ നമ്പറോ അല്ല 1 കൊണ്ടോ ഡിവിസിബിൾ ആണെങ്കിൽ അതൊരു പ്രൈം നമ്പറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ അതിൻ്റെ ഒരു ലോജിക്ക് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഈ പ്രൈം നമ്പർ ആണെങ്കിൽ അതിൻ്റെ ഫാക്ടേഴ്സ് എത്രയായിരിക്കും? അതേ നമ്പറും പിന്നെ 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഫാക്ടേഴ്സ് എല്ലാ പ്രൈം നമ്പറിൻ്റെ ഫാക്ടേഴ്സ് എന്തായിരിക്കും? മാക്സിമം 2 ഫാക്ടേഴ്സേ ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ 5 ആണെങ്കിൽ 5 കൊണ്ട് ഡിവിസിബിൾ ആണ്, 1 കൊണ്ട് ഡിവിസിബിൾ ആണ്. അതിൻ്റെ ബാക്കിലേക്കുള്ള ഏതൊരു നമ്പറും, അതായത് 5, 4, 3, 2, 1, ഇത്ര നമ്പറിൽ 5ഉം 1ഉം കൊണ്ട് മാത്രമേ ആ നമ്പർ ഡിവിസിബിൾ ആയിട്ടുള്ളൂ. ബാക്കി എല്ലാ ഇതും കൊണ്ട് അത് ഡിവിസിബിൾ അല്ല. അപ്പോൾ ടോട്ടൽ ഫാക്ടേഴ്സ് എത്രയാണ്? 2 ഫാക്ടേഴ്സാണ് ഇതില്ലേ. ഓക്കെ, അത് തന്നെയാണ് ഈ പ്രോഗ്രാമിൻ്റെ ലോജിക്കും. ഓക്കെ, ഇപ്പോൾ പ്രോഗ്രാം എഴുതി തുടങ്ങാം. ഇനീഷ്യലി നമുക്ക് ഒരു അതായത് നമുക്കൊരു യൂസറിൽ നിന്നൊരു വാല്യൂ എടുക്കാം. അതായത് പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാല്യൂ എടുക്കാം. ഓക്കെ, ആ വാല്യൂ നമുക്ക് n എന്ന് പറയുന്ന ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്തു. ഓക്കെ, ഇപ്പം നമ്മളതിൽ നമ്പർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ നമ്പർ നമ്മൾ എന്ത് ചെയ്യണം? ഈ നമ്പർ നമുക്ക് എന്ത് ചെയ്യണം? അതായത് ഈ നമ്പറിലാണ് നമുക്ക് ഇനി ഓപ്പറേഷൻ ചെയ്യാനില്ല. ഇനി എനിക്ക് ഇനീഷ്യലി ഒരു കൗണ്ടർ വേരിയബിൾ വേണം. അതിന് ഞാൻ ഇൻറ്റു c = 0 എന്ന് കൊടുത്തു. അതായത് ഒരു കൗണ്ടർ വേരിയബിൾ, അതായത് ഡിവിസിബിൾ ആയ നമ്പർ, അതായത് ടോട്ടൽ ഫാക്ടേഴ്സ് ഞാൻ എത്രയാണ് നേരത്തെ പറഞ്ഞത്? ഒരു പ്രൈം നമ്പറിന് ടോട്ടൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 2 ആയിരിക്കും. ഓക്കെ, ഈ പ്രോഗ്രാമിൻ്റെ ലോജിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ നമ്പറും ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഒരു n എന്ന് പറയുന്നത് നമ്മളെ വേരിയബിളിൽ ആ നമ്പർ ഉണ്ട്. ആ നമ്പർ വെച്ച് എല്ലാ അതിൻ്റെ ഫാക്ടേഴ്സും വെച്ചിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യും. ഫാക്ടേഴ്സ് എന്നല്ല, അതായത് പോസിബിൾ ഡിവിഷൻസ് എല്ലാം പെർഫോം ചെയ്യും. ആ പെർഫോം ചെയ്ത ഡിവിഷനിൽ മാക്സിമം അതിന് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പർ എന്ന് പറയുന്നത് മാക്സിമം 2 ഫാക്ടേഴ്സ് ആണ് ഉള്ളതെങ്കിൽ, ഓക്കെ, ഞാൻ ഒന്നുകൂടിയും പറയാം. ഇപ്പോൾ 5 ആണ് നമ്പർ എന്ന് വിചാരിക്കും. 5 ആണെങ്കിൽ 5ൻ്റെ ബാക്കിലേക്കുള്ള എല്ലാ നമ്പറും വെച്ച് ഞാൻ ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മാക്സിമം ഫാക്ടേഴ്സ്, അതായത് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പർ എന്ന് പറയുന്നത് 2 ആണെങ്കിൽ, അപ്പോൾ എപ്പോഴെല്ലാം നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അപ്പോഴെല്ലാം ഞാൻ എന്ത് ചെയ്യും? ഈ c എന്ന് പറയുന്ന വാല്യൂ ഞാൻ ഇൻക്രിമെൻ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പർ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ c ഞാൻ ഇൻക്രിമെൻ്റ് ചെയ്യും. അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പർ 2 ആണെങ്കിൽ അതിനർത്ഥം എന്താ? അത് പ്രൈം നമ്പർ ആണ്. ഓക്കെ, അതിൻ്റെ ലോജിക്ക് ഞാൻ എഴുതാം. ആദ്യം ഞാനൊരു ഫോർ ലൂപ്പ് എഴുതി. i n വരെയാണല്ലോ പോകേണ്ടത്. അതായത് ആ നമ്പറിൻ്റെ താഴെയുള്ള എല്ലാ നമ്പറും. ഓക്കെ, 0 എന്ന് തുടങ്ങിയാൽ ശരിയാവില്ല. എന്താണെന്ന് വെച്ചാൽ 0 ഡിവിസിബിൾ ബൈ 0 ഡിവൈഡ് ബൈ 0 എന്ന് പറഞ്ഞൊരു വാല്യൂ ഇല്ലല്ലോ. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് n mod i. ഇഫ് n mod i = 0, അതാണ് നമുക്ക് ഇനി ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ. ഓക്കെ, = 0. n mod i = 0 ആണെങ്കിൽ, n mod i = 0 ആണെങ്കിൽ C++. ഓക്കെ, കൗണ്ടർ ഇൻക്രിമെൻ്റ് ചെയ്തു. ഇനി ഒന്നുമില്ല. ഇഫ് c = 2, then printf it's prime. ഓക്കെ, else printf it's not prime. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അതായത് ഞാൻ ആ വാല്യൂ എടുത്തു, <= കൊടുക്കണം കേട്ടോ. അതായത് ആ ഫോർ ലൂപ്പിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? 1 തൊട്ട് n വരെയുള്ള എല്ലാ നമ്പറും വെച്ചിട്ട് ഞാനത് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആണ് വരുന്നതെങ്കിൽ
കൗണ്ടർ ഇൻക്രിമെന്റ് ചെയ്തു. ആ കൗണ്ടർ അവസാനം 2 ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഇറ്റ്സ് പ്രൈം എന്ന് പറയും. അല്ലാത്ത കേസിലെല്ലാം നോട്ട് പ്രൈം എന്ന് പറയും. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റർ എ നമ്പർ 5 എന്ന് കൊടുത്തു. 5 പ്രൈമാണ്. ഇനി പ്രൈം അല്ലാത്തൊരു നമ്പർ കൊടുക്കാം. 12 എന്ന് കൊടുക്കാം. ഇറ്റ്സ് നോട്ട് പ്രൈം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതൊരു ഈസി അപ്രോച്ചാണ്. വേറൊരു അപ്രോച്ചും കൂടിയുണ്ട്. ഓക്കെ, താങ്ക് യു.